വിശദമായ വാർത്തയിലേക്ക്. മഹാരാജാസ് കോളേജിൽ സംഘർഷം. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് കുത്തേറ്റു. അക്രമത്തിന് പിന്നിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെന്ന് SFI ആരോപിച്ചു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, എപ്പോഴായിരുന്നു ഈ സംഘർഷവും മറ്റുമുണ്ടായത്? ഈ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അശ്വതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഹാരാജാസ് കോളേജിൽ SFI, KSU ഫ്രറ്റേണിറ്റി സംഘടനകളുടെ പ്രവർത്തകർ തമ്മിൽ, വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ നാടകോത്സവത്തിന്റെ റിഹേഴ്സൽ കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ റിഹേഴ്സൽ കഴിഞ്ഞ ശേഷം ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്ന യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെയാണ് KSUവിന്റെയും ഫ്രറ്റേണിറ്റിയുടെയും പ്രവർത്തകരെത്തി കമ്പുകളും ഒപ്പം തന്നെ ബിയർ ബോട്ടിലുകളുമായി എത്തിയിട്ട് അതിക്രൂരമായി ഇവരെ മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ നാസർ അബ്ദുൾ റഹ്മാന് ക്രൂരമായി കുത്തേൽക്കുകയും ചെയ്തു. നാസറിന്റെ കയ്യിലും വയറിലുമാണ് കുത്തേറ്റത്. എന്തായാലും ഇന്നലെ ആദ്യം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, വിദ്യാർത്ഥികൾ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ വെച്ചും ജനറൽ ആശുപത്രിയിൽ എത്തിയ ശേഷവും ചെറിയൊരു സംഘർഷം ഫ്രറ്റേണിറ്റി പ്രവർത്തകരും KSU പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയും അവിടെ ഒരു സംഘർഷം നിലനിന്നിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് നാസറിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത്. എന്നാലും നാസറിന്റെ നില ഇപ്പോൾ ഗുരുതര അപകടനില തരണം ചെയ്തിട്ടുണ്ട്. നാസറിനെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കോളേജിൽ ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇന്നലെ തന്നെ അധ്യാപകനെ, അറബിക് അധ്യാപകനെ ഫ്രറ്റേണിറ്റിയിലെ ചില വിദ്യാർത്ഥികൾ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സെൻട്രൽ പോലീസിൽ നിലനിന്നിരുന്നു. അത്തരത്തിൽ ഈ കോളേജിൽ വളരെ കുറച്ച് നാളുകളിൽ തന്നെ KSU ഫ്രറ്റേണിറ്റി വിദ്യാർത്ഥികൾ തമ്മിൽ SFI വിദ്യാർത്ഥികളോട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. SFI പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മുതലാണ് ഇവർക്ക് SFI പ്രവർത്തകരോടും വിദ്യാർത്ഥികളോടും ഇത്രയൊരു വൈര്യബുദ്ധി ഉള്ളത്. ഇതിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിലുള്ള യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് SFI ആരോപിക്കുന്നത്. എന്തായാലും സെൻട്രൽ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ തന്നെയാണോ നാസറിനെ കുത്തിയത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും അശ്വതി, കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ഒരു പ്രവർത്തകരുടെ ഒരു സംഘർഷത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം കോളേജിലുണ്ടായിരിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് ആണ് കുത്തേറ്റത്. അക്രമത്തിന് പിന്നിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെന്നാണ് SFIയുടെ ആരോപണം. നവമി തുടരുന്നുണ്ട്. നവമി, ഈ രാത്രിയിലാണ് ഈ സംഘർഷമുണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് നാസർ ഒറ്റയ്ക്കായിരുന്നു. എന്തൊക്കെയാണ് ഈ നാസറിന്റെ കൂടെയുള്ളവർ പറയുന്നത്? ഇപ്പോൾ നാസറിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അശ്വതി, 12 മണിവരെ കോളേജിന്റെ ഹോസ്റ്റലിന്റെ അവിടെ ഒരു ഭാഗത്താണ് ഇവർ നാടകോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള റിഹേഴ്സലുകൾ നടത്തുന്നത്. ഈ റിഹേഴ്സലുകൾ നടത്തിയ ശേഷമാണ് ഇവർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നത് വഴിയാണ് ഈ KSUവിന്റെയും ഫ്രറ്റേണിറ്റിയുടെയും പ്രവർത്തകർ അവരെ എത്തി ഇവരെ മർദ്ദിക്കുന്നത്. നാസർ മാത്രമായിരുന്നില്ല, നാസറിനൊപ്പം മറ്റ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഈ റിഹേഴ്സലിൽ പങ്കെടുത്ത മറ്റ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇതിലൊരു പെൺകുട്ടിക്ക് കൂടി മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പെൺകുട്ടിയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ഇതിൽ കുത്തേറ്റ നാസറിന്റെ നിലയായിരുന്നു ഇന്നലെ അതീവ ഗുരുതരമായി തുടർന്നത്. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ കുറച്ചുകൂടി വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നു. അതിനെ തുടർന്നാണ് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ ഈ ജനറൽ ആശുപത്രിയിലേക്ക് ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ കൊണ്ടുപോയ സമയത്ത് തന്നെ ഫ്രറ്റേണിറ്റിയുടെയും KSUവിന്റെയും പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെയും ഒരു സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് SFIയുടെ പ്രവർത്തകർ തന്നെ തീരുമാനിച്ചത്. തുടർന്നാണ് നാസറിനെയും പരിക്കേറ്റ പെൺകുട്ടിയെയും മറ്റ് ചില കുട്ടികളെയും അടക്കം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും നാസറിന്റെ നില ഇപ്പോൾ ഗുരുതര നില തരണം ചെയ്തിരിക്കുന്നു. നാസറിനെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാസറിന്റെ കയ്യിലും വയറിലുമാണ് പ്രധാനമായും കുത്തേറ്റത്. ഇതിൽ വയറിലെ കുത്താണ് അല്പം ഗുരുതരമായുള്ളത്. എന്തായാലും ഇപ്പോൾ നാസറിന്റെ ആരോഗ്യനില
മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്തായാലും KSUവിന്റെയും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഹാരാജാസ് കോളേജിൽ നിന്നും ഇത്തരത്തിലൊരു സംഘർഷം, വിദ്യാർത്ഥികളുടെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിനു മുൻപും ഈ അഭിമന്യുവിനെ അടക്കം കുത്തിക്കൊലപ്പെടുത്തിയത് കേസുമായി ബന്ധപ്പെട്ട മഹാരാജാസ് പോലുള്ള ഒരു കോളേജിൽ നിന്നും ഇത്തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷവും അത് പിന്നീട് ഒരു കത്തിക്കുത്തിലേക്ക് വരെ ഒരു കലാശിക്കുന്ന രീതിയിലേക്കുള്ള സംഘർഷമൊക്കെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത്. SFI പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം SFI വിദ്യാർത്ഥികളോട് ഈ ഫ്രട്ടേണിറ്റിക്കും KSU പ്രവർത്തകർക്കും ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇവർ യാതൊരു പ്രകോപനവുമില്ലാതെ ഇവർ ഈ SFI വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന പലയിടങ്ങളിലും കോളേജിന്റെ അകത്തും പുറത്തും ഇട്ടൊക്കെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ കോളേജിൽ നിന്നും ടൂർ പോയ സമയത്തും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. ഫ്രട്ടേണിറ്റി വിദ്യാർത്ഥിയെ ഇത്തരത്തിലൊരു SFI വിദ്യാർത്ഥി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിന് ശേഷം അവിടെ ആ സമയത്ത് അത് പിന്നീട് കോളേജ് പ്രിൻസിപ്പൽ അടക്കം ഇതിൽ നടപടി എടുത്തിരുന്നു. ആ മർദ്ദിച്ച വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിന് സാക്ഷി പറഞ്ഞ അറബിക് വിഭാഗത്തിലെ പ്രഥമ ഒരു അധ്യാപകനെ പിന്നീട് ഈ ഫ്രട്ടേണിറ്റിയിലെ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ അധ്യാപകന് കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ, അതായത് ഈ ഫ്രട്ടേണിറ്റിയുടെ ഒരു വിദ്യാർത്ഥി അധ്യാപകനെ കുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി, അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ ഫ്രട്ടേണിറ്റി വിദ്യാർത്ഥികൾ ചേർന്ന് SFIയുടെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ഇപ്പോൾ കുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അശ്വതി, നാം ഈ പോലീസ് എന്താണ് പറയുന്നത്? ഇപ്പോൾ എത്ര പേരാണ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നുള്ളത് ഈ നാസർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവർ തന്നെയാണ് എന്നുള്ള കാര്യം? എത്ര പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ സംഭവം നടന്ന സമയത്ത് തന്നെ സെൻട്രൽ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ അധ്യാപകനെ കുത്തിയതുമായി ബന്ധപ്പെട്ട ഇതിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു. അതിൽ ഒരു വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തേർഡ് ഇയർ BA അറബിക് വിദ്യാർത്ഥി മുഹമ്മദ് റാഷിദിനെയാണ് ഇന്നലെ അധ്യാപകനെ കുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയത്തെ സംഭവം നടക്കുന്നത്. എന്തായാലും പോലീസ് അതായത് മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. അതിനപ്പുറം ഈ നാസറിനെ മൊഴിയെടുക്കേണ്ടതുണ്ട്. നാസറിനെ ഇപ്പോഴാണ് റൂമിലേക്ക് മാറ്റിയത്. ഉടൻ തന്നെ പോലീസ് ആശുപത്രിയിലെത്തി നാസറിന്റെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. വിദ്യാർത്ഥികളുടെ മൊഴിപ്രകാരം 2 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിലൊരു ഫ്രട്ടേണിറ്റി സംഘടനയിലെ പ്രവർത്തകനും ഒരു KSU പ്രവർത്തകനെയുമാണ് കസ്റ്റഡിയിലായിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങളൊന്നും പോലീസും പുറത്തു വിട്ടിട്ടില്ല. ഉടൻ തന്നെ ആശുപത്രിയിലെത്തി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും. മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും പിന്നീടുള്ള കൂടുതൽ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റിലേക്കുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയുള്ളൂ. അതാണ് നമ്മി നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയം, അതിൽ ഇത്തരത്തിലുള്ള വാക്കുതർക്കങ്ങളും ചെറിയ സംഘർഷങ്ങളും ഒക്കെ പതിവാണ്. പക്ഷെ അത് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഭിമന്യു ഒക്കെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും ഒരു ചർച്ചയാകും. ക്യാമ്പസ് രാഷ്ട്രീയം, അതിൽ ഏത് രീതിയിൽ ഏതളവ് വരെ പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകില്ലേ? SFIയുടെ ഒരു ഔദ്യോഗിക ഇതിൻ്റെ ഒരു പ്രതികരണവും പ്രതിഷേധവും ഒക്കെ പ്രതീക്ഷിക്കേണ്ടതില്ലേ നമ്മി? തീർച്ചയായും അശ്വതി, SFIയിലെ പ്രവർത്തകർ തന്നെ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്, നാസറിനോടൊപ്പമുണ്ട്. അവർ ഉടൻ തന്നെ നമുക്ക് അവരുടെ പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇന്ന് കോളേജ് കേന്ദ്രീകരിച്ച് വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് SFI പോകുന്നത്. കാരണം KSUവിന്റെയും ഫ്രട്ടേണിറ്റിയുടെയും പ്രവർത്തകർ യാതൊരു കാരണവുമില്ലാതെ SFI പ്രവർത്തകരെ ഇത്തരത്തിൽ മർദ്ദിക്കുകയും കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. അത്തരത്തിലുള്ള യാതൊരു പ്രകോപനപരവുമില്ലാതെ
ഇങ്ങനെയുള്ള ഒരു നടപടിയിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് SFI അവിടെ ഇന്ന് നടത്തുന്നത്. അതിന്റെ ഭാഗമായി കോളേജിൽ ഒരു സംഘർഷം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി തന്നെ പോലീസ് കോളേജിൽ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ എല്ലാ സുരക്ഷയും ഇപ്പോൾ കോളേജിലുണ്ട്. യാതൊരുവിധ പ്രശ്നത്തിലേക്കും പോകാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിലേക്കാട്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് കോളേജ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പോലീസിന്റെ സംഘം ഇപ്പോൾ കോളേജിൽ നിലയുറച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെയും തീരുമാനം. ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറിയെ കുത്തേണ്ട ആവശ്യം എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി SFI വിദ്യാർത്ഥികളോട് ഇവർ നടത്തുന്ന യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉടൻ തന്നെ നിർത്തണം എന്നുള്ളൊരു ആവശ്യവുമാണ് SFI ഉന്നയിക്കുന്നത്. ശരി, നവമിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ്